നമ്മൾ ആ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നഴ്സസിന്റെ പ്രതിഷേധം, ആ പ്രതിഷേധത്തിന്റെ എന്താണ് അതിനിടെ സംഭവിച്ചത് എന്നതിലേക്ക് പോവുകയാണ്. ഒരിക്കൽ കൂടി നിഖിൽ പ്രമേഷ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. ഞാനിപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് മുന്നിലാണ് ഉള്ളത്. അല്പസമയം മുൻപ് ഈ ആശുപത്രിക്കുള്ളിൽ വെച്ച് നഴ്സുമാർക്ക് നേരെ ഒരു കയ്യേറ്റം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. എന്തായിരുന്നു ഈ കയ്യേറ്റത്തിന് ആധാരമായ സാഹചര്യം? ആധാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ ലെറ്റർ കൊടുത്തിട്ട് പറഞ്ഞിരുന്നതാണ് ഞങ്ങളുടെ തുല്യമായ വേതനം ഞങ്ങൾ തരണമെന്നുള്ളത്. മാനേജ്മെന്റ് അതിനെ നിഷേധിക്കുകയും അതിന്റെ പശ്ചാത്തലം UNA ചേർന്ന് നമ്മൾ കംപ്ലീറ്റ് സ്ട്രൈക്ക് പറയുകയും ചെയ്തു. പക്ഷേ പുതിയതായി ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 25 വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി. അവർ ഞങ്ങളോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ക്ലാസ് ആണെങ്കിൽ മുടക്കണ്ട, ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോന്നോളൂ. പക്ഷേ ക്ലാസ്സിനെ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഒരു റൂമിൽ അടച്ചിടുകയും ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. ഇത് ഞങ്ങൾ അറിയുകയും ഞങ്ങൾ UNA എക്സിക്യൂട്ടീവ്സ് അവരോട് പോയി നേരിട്ടിട്ട് ഇറക്കി വിടാൻ പറയുകയും അത് ചെയ്യാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ റൂമുകൾ തുറന്ന് അവരെ ഇറക്കാൻ വേണ്ടി പറയുകയും ചെയ്തപ്പോൾ ഹോസ്പിറ്റൽ അധികൃതർ കയ്യേറ്റം കളിക്ക് വരെ ശ്രമിച്ചു. അതിന്റെ വീഡിയോകൾ ഞങ്ങൾ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരുടെ മേലെ കയ്യേറ്റം കളി നടന്നിട്ടുണ്ട്. ശക്തമായിട്ട് തുടരാൻ തന്നെയാണ് ശക്തമായി പ്രതിഷേധിക്കും. കാരണം 4-5 വർഷം ഞങ്ങൾ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെ അവർ കമ്പയർ ചെയ്യുന്നത് ഹോസ്പിറ്റലിലെ തൂപ്പുകാരെ കൊണ്ടാണ്. അവർ പറഞ്ഞ് തൂപ്പുകാരെ കൊണ്ട് നഴ്സിംഗ് പണിയെടുപ്പിക്കുമെന്നുള്ളതാണ്. അതിനല്ല ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഈ ഗവൺമെന്റ് നഴ്സിംഗ് എന്ന് പറയുന്ന സാധനം ഇറക്കിയേക്കുന്നത്. അതുകൊണ്ട് ശക്തമായി എല്ലാവരും പ്രതികരിക്കുന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ നഴ്സുമാർ ഇവരുടെ ആശുപത്രിക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവർ പ്രതിഷേധം മുഴക്കുകയാണ്. അല്പസമയത്തിനകം ഒരു റാലിയായി കളക്ടറേറ്റിലേക്ക് പോകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.